അപ്പോൾ അതേ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല താറാവ് റോസ്റ്റാണ്. ഈ കണ്ടില്ലേ, നമ്മൾ വീടുകളിലെ അപൂർവമായിട്ടൊക്കെ ആയിരിക്കുള്ളൂ താറാവ് വാങ്ങണ വീടുകളുണ്ടാവും. എന്നാലും നമ്മളുടെയൊക്കെ വീടുകളിൽ കൂടുതലും ചിക്കനും അതുപോലെ തന്നെ ബീഫൊക്കെയാണ് കൂടുതലും വാങ്ങുന്നത്. താറാവൊക്കെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും ഓർത്ത് വാങ്ങണ ഒരു സംഗതിയാണ്. പക്ഷേ അതെ ഇതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിണ്ടല്ലോ നല്ല കിടിലൻ സാധനമാണ് താറാവ് റോസ്റ്റ്. നല്ല ഫാറ്റ് കൊളസ്ട്രോളൊക്കെ ഉള്ള സാധനവുമാണ് കേട്ടോ കോഴീനയിലൊക്കെ. എന്നാലും നല്ല അടിപൊളി താറാവ് റോസ്റ്റും അതോടൊപ്പം തന്നെ പാലപ്പൂണ് ഇന്ന് രാത്രിയിലത്തെ നമ്മളുടെ മെനു. പുട്ടിൻ്റെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ ഒക്കെ ഇത് കഴിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഒരു പാലപ്പം തന്നെയാണ്. ഒരിച്ചിരി മധുരമൊക്കെ ഉള്ളൊരു പാലപ്പമാണെങ്കിലുണ്ടല്ലോ പൊളിക്കും സംഗതി. അപ്പോൾ അതെ നമുക്ക് കഴിച്ചാലോ. സംഭവം ഒരു 3-4 പാലപ്പം എടുത്തുണ്ട്. കട്ടി കുറവായതുകൊണ്ട് എത്ര വേണമെങ്കിലും കയറിപ്പോകും നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ അതെ ആ ഒരു നെയ്യൊക്കെ ഉള്ള നല്ല താറാവ് റോസ്റ്റ് ആദ്യം നമ്മൾ ഈ പാലപ്പത്തിൻ്റെ മുകളിലേക്ക് കൊട്ടണം. അതിന് ശേഷം ആ ഒരു അപ്പത്തിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി ഇങ്ങനെ ആ അപ്പത്തിനോട് ചേർത്ത് വെച്ചിട്ട് കഴിച്ചു നോക്കണം. കൂടെ ഒരു തേങ്ങാക്കൊത്തും ഉണ്ട്. സംഗതി അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ മീറ്റും അത്യാവശ്യം എടുത്ത് ആ ഒരു അപ്പത്തിൻ്റെ ഒപ്പം കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഴിക്കണോട്ട് ഷട്ടപ്പട്ടേന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ എല്ലാമൊക്കെ ഒന്ന് നോക്കി കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ടാറ്റ.